ദൈവത്തിന് മഹത്വം. ഭാഗ്യകരമായ നമ്മുടെ പ്രത്യാശ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് തീത്തോസ് 2:12. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം കാത്തിരിക്കുന്നതായ രണ്ടു കാര്യങ്ങളെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി മാത്രമല്ല നാം കാത്തിരിക്കുന്നത്, നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും നാം കാത്തിരിക്കുന്നു. നമ്മുടെ ഈ ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ നാം കർത്താവിനോട് സദൃശ്യരായി തേജസ്കരിക്കപ്പെടും എന്നതാണ്. അതിനായി നാം കർത്താവിനെ താൻ ഇരിക്കും പോലെ തന്നെ കാണേണ്ടതുണ്ട്. അതായത് കർത്താവിന്റെ വരവിൽ തന്നെ കാണുവാൻ കഴിയുന്നവർ മാത്രമേ കർത്താവിനോട് സദൃശ്യരായി തീരുകയുള്ളൂ. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കാണുവാൻ കഴിയുമെന്ന ഉറപ്പും ധൈര്യവുമുള്ളവരായി ജീവിക്കണം. പിതാവിനെ കാണിച്ചു തരേണം, എന്നാൽ ഞങ്ങൾക്കു മതി എന്നു ഫിലിപ്പോസ് പറഞ്ഞതുപോലെ യേശുവിനെ കാണുന്നത് മാത്രം ജീവിതത്തിൽ മതി എന്നു പറയാനാകണം. യേശുവിൽ ഭാഗ്യകരമായ ഈ പ്രത്യാശയുള്ള ഒരു വ്യക്തി യേശു നിർമ്മലനായിരിക്കുന്നതുപോലെ തന്നെ തന്നെത്താൻ നിർമ്മലീകരിക്കേണ്ടിയിരിക്കുന്നു. നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനുമായി ദൈവഭക്തനെന്ന് ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച ഇയ്യോബ് തന്റെ ജീവിതത്തിൽ തന്റെ നടപ്പിന്റെ നിർമ്മലത തന്റെ പ്രത്യാശയാക്കി ജീവിക്കുന്നു. ആകയാൽ ഇയ്യോബ് തന്റെ ജീവിതത്തിൽ ധൈര്യത്തോടെ പറയുന്നത്, തന്നെ വീണ്ടെടുക്കുന്നവൻ വെളിപ്പെടുമ്പോൾ താൻ തന്നെ അന്യനല്ല, തന്റെ സ്വന്തം കണ്ണുകൊണ്ടു തന്നെ ആ വീണ്ടെടുപ്പുകാരനെ കാണും എന്നാണ്. ഏതു നിലയിൽ കർത്താവിനെ കാണാമെന്ന് ഗ്രഹിച്ച് നമ്മെ ക്രമീകരിച്ചാൽ നമുക്കും നമ്മുടെ വീണ്ടെടുപ്പുകാരനായ മഹാദൈവത്തെ കാണാനാകും. ഒന്നാമതായി, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരായി അവർ ദൈവത്തെ കാണും എന്നു യേശു പറയുന്നു. ഹൃദയശുദ്ധി എന്ന് പറയുമ്പോൾ നാമും ദൈവവുമായുള്ള ബന്ധത്തെ അത് കാണിക്കുന്നു. മനുഷ്യൻ തന്റെ കണ്ണിനു കാണുന്നതിനേറ്റവണ്ണം പുറമേയുള്ളതു മാത്രമാണ് കാണുന്നത്. എന്നാൽ യഹോവയായ ദൈവമാണ് ഹൃദയത്തെ നോക്കുന്നത്. ഇനിയും മനുഷ്യൻ തന്റെ ഹൃദയത്തിനേറ്റവണ്ണമേ മനുഷ്യനെ കാണുകയുള്ളൂ. മഞ്ഞപ്പിത്തം പിടിച്ചവൻ എല്ലാം മഞ്ഞ നിറത്തിൽ കാണുന്നതുപോലെ തന്നെ. ആകയാൽ ഈ കപടവും വിഷമവുമുള്ള ഹൃദയത്തെ ആരാഞ്ഞറിയുവാൻ ദൈവത്തിനല്ലാതെ ആർക്കും കഴിയുകയില്ല. ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ചറിയുന്നു. മാത്രമല്ല, ദൈവം സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളുമെല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം സ്നാനത്താൽ പാപമോചനം ലഭിച്ചവരായി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു എന്ന് ആത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിൽക്കുന്നു. തുടർന്ന് നാം ശുദ്ധഹൃദയവും നിർമ്മല മനസാക്ഷിയുമുള്ളവരായി ദൈവമുമ്പാകെ ജീവിക്കണം. എന്നാൽ നാം ആദമിനെ പോലെ നമ്മുടെ ലംഘനം മൂടി അകൃത്യം മാർവിടത്ത് മറച്ചുവെക്കുന്നവരായാൽ, അഥവാ ഹൃദയത്തിൽ അകൃത്യം കരുതുന്നവരായി ജീവിച്ചാൽ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് നമ്മെ അശുദ്ധരാക്കും എന്നു യേശു പറയുന്നു. അശുദ്ധമായത് യാതൊന്നും പ്രവർത്തിക്കുന്നവർ ആരും ദൈവത്തിന്റെ നിത്യരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തോട് പാപം ചെയ്ത ദാവീദ് തന്റെ അകൃത്യങ്ങളെയൊക്കെയും മായ്ച്ചു കളഞ്ഞ് നിർമ്മലമായൊരു ഹൃദയം തരണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ നാമും ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്നാൽ ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ യേശുവിന്റെ രക്തം തളിക്കപ്പെട്ടവരാകും. ദൈവം നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി യേശുവിന്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നാം പാപമൊഴിഞ്ഞ് നിർമ്മലരായിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. എന്നാൽ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല എങ്കിൽ, നമ്മുടെ കർത്താവിനാൽ നാം കഴുകപ്പെടാത്തതിനാൽ നമുക്ക് കർത്താവിനോടുകൂടെ പങ്കും ഓഹരിയും ഇല്ലാതാകും. നാം നശിച്ചു പോകും. ഒരുപക്ഷെ മനുഷ്യരുടെ നോട്ടത്തിൽ നാം ഭക്തരും കർത്താവിന്റെ മുൻപിൽ നിൽപ്പാൻ പ്രാപ്തരുമായി എടുത്തുകൊള്ളപ്പെടുവാൻ യോഗ്യരായി തോന്നിയേക്കാം. എന്നാൽ ഹൃദയങ്ങളെ നോക്കുന്ന ദൈവം നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ നിർമ്മലമായതല്ല എങ്കിൽ നമ്മെ ആ ശ്രേഷ്ഠമായ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാതെ തള്ളിക്കളയും. നാം കൈവിടപ്പെട്ടു പോകും. ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നാണ് വായ സംസാരിക്കുന്നത് എന്നു യേശു പറയുന്നു. ആകയാൽ അകൃത്യം കരുതാത്ത ഹൃദയത്തിൽ നിന്ന്, കപടമില്ലാത്ത അധരങ്ങളിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന കപടമില്ലാത്ത പ്രാർത്ഥന ദൈവം കേട്ടിട്ട് ദൈവം നമ്മെ മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാൻ പ്രാപ്തരാക്കിയിട്ട് നാം നമ്മുടെ ദൈവമായ കർത്താവിനെ കാണും. രണ്ടാമതായി, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കണം. കാരണം ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല.
ഇവിടെ നാമും മറ്റുള്ളവരും തമ്മിലുള്ള ശുദ്ധീകരണത്തെ കാണിക്കുന്നു. മറ്റുള്ള മനുഷ്യർ നമ്മുടെ പ്രതിയോഗികളായി തീരത്തക്കവണ്ണം മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന അവസ്ഥ പലപ്പോഴും നമ്മിലുണ്ടാകുന്നു. അതിനാൽ നാം കുറ്റക്കാരായിട്ട് ന്യായാധിപനാൽ തടവിലാക്കപ്പെടേണ്ടുന്ന വിധത്തിൽ ജീവിക്കുന്നവരാകും. നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും തരത്തിൽ മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാം അവരോട് ക്ഷമ ചോദിച്ച് നിരന്നുകൊള്ളുവാൻ നമുക്കിടയാകണം. അങ്ങനെ നിരപ്പ് പ്രാപിച്ചിട്ടു മാത്രമേ ദൈവസന്നിധിയിൽ വരാവൂ. മറുഭാഗത്ത് ആരെങ്കിലും തങ്ങളുടെ തെറ്റ് സംബന്ധിച്ച് ക്ഷമ ചോദിച്ചാൽ അവരോട് മനഃപൂർവ്വമായി ക്ഷമിക്കുകയും വേണം. എത്ര പ്രാവശ്യമായാലും മാനസാന്തരപ്പെടുന്നുവെന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം. നാം ഹൃദയപൂർവ്വം മറ്റുള്ളവരോട് ക്ഷമിച്ചാലേ ദൈവം നമ്മോടും ക്ഷമിക്കുകയുള്ളൂ. എന്നാൽ തന്റെ കൂട്ടുകാരനോട് വ്യാജ്യം കാണിച്ചുകൊണ്ട് കപടമുള്ള അധരത്തോടും ഇരുമനസ്സോടും കൂടെ സംസാരിക്കുന്നവരുമുണ്ട്. പുറമേ ആടുകളുടെ വേഷം ധരിച്ച് അകമേ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെയുള്ളവർ. ഇവർ അന്തരംഗത്തിൽ സഹോദരന് വിരോധമായി നാശകരമായത് കരുതിക്കൊണ്ട് നാവുകൊണ്ട് മധുരവാക്ക് പറയുന്നവരായി കാണപ്പെടുന്നു. അധരങ്ങളായി തേൻ പോലെ മധുരമായും എണ്ണ പോലെ മൃദുവായും സംസാരിക്കുന്നു. പിന്നത്തേതിൽ കാഞ്ഞിരം പോലെ കയ്പും ഇരുവായി തല വാൾ പോലെ മൂർച്ചയുമുള്ളവരായി ദോഷം ചെയ്യുന്നവരായി ഇവർ മാറും. എന്നാൽ നാം ചെയ്തിരിക്കുന്നതുപോലെ ദൈവം നമ്മോടും ചെയ്യുന്ന ഒരവസരം വന്നാൽ, സർവശക്തൻ നമ്മിൽ അത്യന്തം കയ്പായത് പ്രവർത്തിച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതം ദുരിതപൂർണമാകും. ആകയാൽ ആരോടും കയ്പായിരിക്കാതെയും ആർക്കും ദോഷം ചെയ്യാതെയും നാം ജീവിക്കണം. എന്നാൽ നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലുവാൻ സാധിക്കും. യേഹൂ യോനാദാബിനോട് ചോദിക്കുന്നതുപോലെ പരമാർത്ഥ ഹൃദയമുള്ളവരായി ഹൃദയം ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന അവസ്ഥ നമ്മിലുണ്ടാകട്ടെ. പെന്തെക്കോസ്ത് സഭകളിലെ ആദ്യകാല വിശ്വാസികൾ തമ്മിൽ കാണുമ്പോൾ സ്തോത്രം പറഞ്ഞ് കൈ കൊടുക്കുമായിരുന്നത് അവരുടെ ഹൃദയ പരമാർത്ഥതയോടെയുള്ള കൂട്ടായ്മയുടെ ഐക്യതയെ കാണിക്കുന്നതായിരുന്നു. ഈ കാലത്തും തമ്മിൽ തമ്മിൽ സമാധാനമാചരിച്ച് ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ജീവിക്കാം. അങ്ങനെ ഹൃദയ പരമാർത്ഥതയോടെ ജീവിച്ചാൽ ദൈവം നമ്മിൽ പ്രസാദിക്കും. പുനരുത്ഥാനത്തിനായി ആശയോടെ കാത്തിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ തന്റെ പ്രത്യാശ നിമിത്തമായി ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ശ്രമിക്കുന്നു. അതിനാൽ തന്നെ തന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും കേവലം നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടക്കുവാൻ തനിക്ക് കഴിഞ്ഞു. ദൈവം സർവശക്തിയുള്ള ദൈവമാകയാൽ അബ്രഹാമിനോട് താൻ ആവശ്യപ്പെടുന്നത് അബ്രഹാമിനു വേണ്ടി ദൈവം പ്രവർത്തിക്കുവാൻ ദൈവമുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുവാൻ എന്നാണ്. അങ്ങനെ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടാകുവാൻ ശ്രമിച്ചുകൊണ്ട് ജീവിക്കാം. അങ്ങനെയെങ്കിൽ ദൈവമുമ്പാകെ ശുദ്ധഹൃദയവും നിർമ്മല മനസാക്ഷിയുമുള്ളവരായി കാണപ്പെടും. അതിനാൽ ദൈവം നമ്മെ ശുദ്ധീകരിക്കുക മാത്രമല്ല, നാം ദൈവത്താൽ നീതീകരണവും പ്രാപിക്കുന്നു. ആർക്കും കുറ്റം ചുമത്തുവാനോ ശിക്ഷ വിധിക്കുവാനോ കഴിയാതവണ്ണം ശുദ്ധരായവരെയാണ് ദൈവം തിരഞ്ഞെടുത്ത് നീതീകരിക്കുന്നത്. ആകയാൽ നാം നീതിയിൽ ദൈവത്തിന്റെ മുഖം കാണത്തക്കവണ്ണം യോഗ്യരായി പുനരുത്ഥാനത്തിന്റെ പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തെ കാണുവാനിടയാകും. ഇങ്ങനെ കർത്താവിന്റെ വരവിങ്കൽ നാം കർത്താവിനെ കാണുന്നവരും തന്നോട് സദൃശ്യരായി തീരുന്നവരുമാകത്തക്കവണ്ണം ഭാഗ്യകരമായ പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിച്ച് ഒരുക്കുമാറാകട്ടെ.